ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കണ്ടീഷണൽ പ്രോബബിലിറ്റി, അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എ ഗിവൺ ദാറ്റ് ബി ഹാസ് ഹാപ്പൻഡ് ഈസ് കോൾഡ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി പറയുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത്തരത്തിൽ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നു. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഈ കണ്ടീഷൻ എന്നുള്ളത്. ജസ്റ്റ് നോക്കുക. കൺസിഡർ എ ഫാമിലി വിത്ത് 2 ചിൽഡ്രൻ. 2 കുട്ടികളാണുള്ളത്. അങ്ങനെ 2 കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാവുമ്പോൾ അവിടെ വരാനുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്? 2 കുട്ടികള്, അതിൽ ഒന്നാമത്തത് ബോയ് ആകാം, രണ്ടാമത്തത് ബോയ് ആകാം. ഇനി ഒന്നാമത്തെ ബോയ് ആകാം, രണ്ടാമത്തെ ഗേൾ ആകാം. ഒന്നാമത്തെ ഗേൾ ആകാം, രണ്ടാമത്തെ ബോയ് ആകാം. ഇനി ഒന്നാമത്തതും രണ്ടാമത്തതും ഗേൾ ആകാം. ഇതാണ് അതിന്റെ സാമ്പിൾ സ്പേസ് വരുന്നത്. ഇറ്റ് ഈസ് നോൺ ദാറ്റ് ദി ഫസ്റ്റ് ഈസ് എ ബോയ്. പക്ഷെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ പറയുകയാണ്, ഒന്നാമത്തത് എന്താണ്, ബോയ് ആണെന്ന് പറയാം. അങ്ങനെ ഒന്നാമത്തത് ബോയ് ആണെന്ന് പറയുമ്പോൾ അവിടെ സാമ്പിൾ സ്പേസ് എങ്ങനെയായിട്ട് മാറും? ഇവിടെ നമ്മൾ ബോയ് വരുന്നത് ബോയ് വരും, അതേപോലെ ഇവിടെ വരുന്ന ബോയ് ഗേൾ വരും. അപ്പൊ ഇതായിരിക്കും എന്ത്, അതിന്റെ സാമ്പിൾ സ്പേസ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോയ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് ബോയ്സ് എന്ന് ചോദിക്കുന്നു. അതായത് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് ഒന്നാമത്തെ ബോയ് ആകണം, അതിൽ 2 ബോയ് ആകാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയാ? 1/2 ആണ്. കാരണം ഇവിടെ നമ്മളെ സാമ്പിൾ സ്പേസ് 2 എണ്ണമാണ് വരുന്നത്. അതിൽ 2 ബോയ് ആകാനുള്ള ചാൻസ് 1 മാത്രമാണ്. അപ്പൊ അവിടെ 1/2 എന്ന് വരും. ഓക്കെ, ഇനി ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടീഷൻ ഫസ്റ്റ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെക്കുക, ഈ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി എന്താണ് വരിക? 1/4 ആയിരുന്നു വരിക. ഓക്കെ, കണ്ടീഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ 1/4 ആണ്. ഇത് മാത്രമാണ് സാമ്പിൾ സ്പേസ്. ഈ സാമ്പിൾ സ്പേസിൽ നിന്നും 1 മാത്രമേ ഉണ്ടാവും. ഇപ്പൊ 1, ഇത് 4 എണ്ണമാണ് വരുന്നത്, ഇതിൽ 1/4 വരും കണ്ടീഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പൊ ഇവിടെ കണ്ടീഷൻ പറഞ്ഞത് കൊണ്ട് എന്തായിട്ട് മാറി? 1/2 എന്നായിട്ട് മാറി. ഇപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയെ നമ്മൾ പറയുന്നത് ഒരു കണ്ടീഷൻ ബേസ് ചെയ്തുകൊണ്ടാണെങ്കിൽ അത്തരം പ്രോബബിലിറ്റിയെ നമ്മൾ എന്ത് പറയും? കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇത്തരം കേസിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ അതിനുള്ള ഇക്വേഷൻ ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഇതിനെ നമ്മൾ വായിക്കും ഇങ്ങനെയാണ്, A/B എന്നുള്ളത് എ ഗിവൺ ബി ആണ്. എന്ന് പറഞ്ഞാൽ ബി തന്നിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എ കണ്ടെത്തണം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി കണ്ടെത്താൻ പറ്റും. അതായത് പ്രൊവൈഡഡ് പി ഓഫ് ബി എന്തായിരിക്കണം? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി, ഇവിടെ ബി തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളോട് എ ആണ് പറയുന്നതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ, ഇവിടെ എ തന്നിട്ടുണ്ട്, ബി കണ്ടെത്താൻ പറയുകയാണെങ്കിൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ വരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പ്രോബബിലിറ്റി കണ്ടെത്താൻ ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് ഈസ് എ ബോയ്, ഒന്നാമത്തത് ബോയ് ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ തന്നതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബി ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ബി ആയിട്ട് എടുക്കുന്നു. അതായത് എന്താണ്? ഫസ്റ്റ് ഈസ് എ ബോയ്, ഇത് ഒരു ഇവന്റ് ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് ഈസ് എ ബോയ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബി തന്നിട്ടുണ്ട്, അതായത് എന്താണ്? ഫസ്റ്റ് ഈസ് എ ബോയ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ വരുന്നത് മൊത്തം ഫസ്റ്റ് ബോയ് ആയിട്ട് വരുന്നത് 1, 2, ഇത് 2 മാത്രമാണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ. ഇപ്പൊ 2/4 വരും നമ്മളെ നേരത്തെ തന്ന സാമ്പിൾ സ്പേസിൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി കാണണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എ കാണണം. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ബോയ് ആയിരിക്കണം എന്നുള്ളതാണ്. ബോത്ത് ബോയ് നമ്മളെ നേരത്തെയുള്ള സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അവിടെ എങ്ങനെയാ വരിക? 1/4 ആണ് വരിക. 4ൽ 1 എന്താണ്? ബോത്ത് ബോയ് ആണ്. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്
രണ്ടിലും ബോയ് ഉണ്ടായിരിക്കണം. അതിനു മുമ്പ് നമ്മൾ നോക്കുക പ്രോബബിലിറ്റി ഓഫ് ബി എന്നുള്ളത് അതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാ വരിക? അതിന്റെ സാമ്പിൾ സ്പേസ് വരിക ബോയ് ബോയ് വരും, അതേപോലെ ബോയ് ഗേൾ വരും. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് രണ്ടും ബോയ് ആകുന്നതാണ്. രണ്ടും ബോയ് ആകുന്നത് ഏതാണ് ഇവിടെ വരുന്നത്? അതിന്റെ സാമ്പിൾ സ്പേസ് വരിക ബോയ് ബോയ് എന്നുള്ളതാണ് വരുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണാൻ, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷന്റെ സാമ്പിൾ സ്പേസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടിലുള്ള ഏതാണ്? എയിലും ബിയിലുള്ളത് ഇതാണ് ബിയും ബിയും. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 1/4 ആയിരിക്കും. ഓക്കെ, രണ്ടിലും വരുന്ന ഏതാണ്? ബിയും ബി ആണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തായിരിക്കും? 1/4 ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ബോയ് ആയിട്ട് രണ്ടും ബോയ് ആകാനുള്ള സാധ്യത കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോയ് ആണ് ഏത് വരുന്നത്? ബി എന്ന് പറയുന്നത്. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് രണ്ടും ബോയ് ആകാൻ, ഫസ്റ്റ് ബോയ് ആയിട്ട് രണ്ടും ബോയ് ആകാനുള്ള ചാൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇവിടെ എങ്ങനെ വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/4 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 2/4 ആണ്. ഇതിനെ മാറ്റിയിരിക്കാൻ എങ്ങനെ വരും? 1/4 ഹരിക്കണം എന്താണ്? 2/4 ആണ്. ഓക്കെ, 1/4 ഹരിക്കണം 2/4 ആണ്. ഇതിനെ ഒന്ന് മാറ്റിയിരിക്കാൻ എങ്ങനെ വരും? അതായത് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇവിടെ 1/4 ഇൻറ്റു ഇതിനെ നേരെ വിൽക്രമാക്കുക, റെസിപ്രോക്കൽ എടുക്കുക, 4/2 എന്നാകും. അപ്പൊ ഈ 4ഉം 4ഉം വെട്ടിപ്പോകും. അപ്പൊ ആൻസർ എന്തായിട്ട് മാറും? 1/2 എന്ന് ആൻസർ കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ ഇതായിരുന്നു, 1/2 ആണ് ആൻസർ കിട്ടിയത്. അപ്പൊ ഇതാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 1/13, പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 1/4 ആൻഡ് probability of A intersection B is equal to 1/52. Find a probability of A given B and probability of B given A. Okay, ഒന്നാമത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് കണ്ടീഷണൽ പ്രോബബിലിറ്റി പ്രകാരം ഇക്വേഷൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആയിരുന്നു. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 1/52 ആണ്, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എത്രയാണ്? 1/4 ആണ്. ഓക്കെ, അതായത് 1/52 ഹരിക്കണം 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ മാറ്റി കഴിഞ്ഞാൽ 1/52 ഇതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് മാറ്റുന്നു. ഇതിനെ വ്യുൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് റെസിപ്രോക്കൽ കൊണ്ട് 4/1 എന്നാകും. അപ്പൊ ഇവിടെ 4ഉം 52ഉം വെട്ടിപ്പോയാൽ എന്ത് വരും? ഇവിടെ 13 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/13 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എന്ത് വരും? എ വരും. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/52 ആണ്, ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 1/13 ആണ്. അപ്പൊ ഇവിടെ 1/52 ഹരിക്കണം 1/13 എന്ന് പറഞ്ഞാൽ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിനെ വിൽക്രമം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 13 ഡിവൈഡ് ബൈ 1 ആയിട്ട് മാറും. ഈ 52 13 വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 4 എന്ന് വരും. ആൻസർ എന്ത് കിട്ടും? 1/4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നത് വരുന്നത്. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.